ലോകത്തിലെ ഏറ്റവും വലിയ ആനപ്രതിമ ഹൂസ്റ്റണിലെ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. ഗുരുവായൂരപ്പന്റെ അടുത്ത് നിൽക്കുന്ന ആന എന്ന് പറയുമ്പോൾ തന്നെ വ്യക്തമാണ്, അത് കേശവനല്ലാതെ മറ്റാരുമായിരിക്കില്ല. അത്രമാത്രം പ്രിയപ്പെട്ടതാണ് ഗുരുവായൂരപ്പന് കേശവൻ. തന്ത്രി കരിയന്നൂർ ദിവാകരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പൂജാരി സൂരജ് നമ്പൂതിരിയാണ് ഗജപൂജ നടത്തി കേശവന്റെ ശില്പത്തിന്റെ സമർപ്പണം നിർവഹിച്ചത്. പ്രതിമയിലേക്ക് നെറ്റിപ്പട്ടം ചാർത്തിയപ്പോൾ അത്ഭുതകരമായ ഒരു അനുഭവവും ഉണ്ടായി. ഇടിമുഴക്കവും ചാറ്റൽ മഴയും. വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും നിമിത്തത്തിന്റെയും മറ്റൊരു ദൃശ്യത്തിനാണ് ഹൂസ്റ്റണിലെ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ തടിച്ചുകൂടിയവർ സാക്ഷ്യം വഹിച്ചത്. ഗുരുവായൂർ അമ്പലനടയിൽ കണ്ണനെ കണ്ട് തൊഴാനെത്തുന്നവർ തൊട്ടടുത്തുള്ള ഗുരുവായൂർ കേശവന്റെ പ്രതിമയിലും വണങ്ങാറുള്ള കാഴ്ച നമ്മൾ പതിവായി കാണുന്നതാണ്. സമാനമായി ഹൂസ്റ്റൺ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കും അരനൂറ്റാണ്ടോളം സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ തിടമ്പേറ്റിയ കേശവരൂപത്തെ കണ്ടു തൊഴാം. 12.2 അടി ഉയരവും 15.4 അടി നീളവുമുള്ള ഫൈബർ പ്രതിമ വലിപ്പത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആനശില്പമാണ്. കൊല്ലം കൊട്ടിയം സ്വദേശിയായ എം അഭിലാഷ് നിർമ്മിച്ച ഈ ഗജരാജന്റെ ശില്പം ഏറ്റവും വലിയ ആനപ്രതിമ എന്ന നിലയിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരുന്നു. കേരള ഹിന്ദു സൊസൈറ്റി, കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക, ഫൊക്കാന തുടങ്ങിയ സംഘടനകൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള GK പിള്ളയാണ് ക്ഷേത്രത്തിലേക്ക് പ്രതിമ പണി കഴിപ്പിച്ചത്. നാട്ടിൽ പ്രതിമ നിർമ്മിച്ച് കപ്പൽ മാർഗം അമേരിക്കയിൽ എത്തിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ നടത്തിയത് കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക കൺവെൻഷൻ ചെയർമാനായിരുന്ന രഞ്ജിത്ത് പിള്ളയാണ്. അമേരിക്കയിൽ എത്തിയ ശേഷമുള്ള അലങ്കാര പണികൾക്ക് ക്ഷേത്രശില്പി ശബരിനാഥൻ നേതൃത്വം. നിലമ്പൂരിലെ വനാന്തരങ്ങളിൽ നിന്നും നിലമ്പൂർ കോവിലകത്തേക്ക് എത്തിച്ചേർന്ന കുസൃതിയായ കുട്ടിക്കൊമ്പൻ, അതാണ് ഗുരുവായൂർ കേശവൻ. ഒരവസരത്തിൽ കോവിലകം രാജകുടുംബത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമായി ഗുരുവായൂരപ്പന് നടയിരുത്തപ്പെടുകയായിരുന്നു. ഗുരുവായൂരപ്പന്റെ കൊടിമരത്തറയിൽ വെള്ളയും കരിമ്പടവും വിരിച്ച് ഭദ്രദീപം തെളിയിച്ച് തീർത്ഥവും കളഭവും ചാർത്തി നടയിരുത്തിയ ആനക്കുട്ടിക്ക് മേശാന്തി വിളിച്ച പേര് കേശവൻ. കാലാന്തരേണ കേശവൻ വളർന്നു വലുതായി. ഗുരുവായൂരിന്റെ ചരിത്രത്തിൽ സുവർണലിപികളാൽ എഴുതി ചേർക്കപ്പെട്ട ഒരു ഗജസമ്രാട്ട്, ഒരിക്കലും മായാത്ത ഗുരുവായൂർ കേശവനായി. 100 വർഷം മുൻപ് ഗുരുവായൂരപ്പന്റെ ഗജസമ്പത്തിലേക്ക് 1922 അപ്രതീക്ഷിതമായി നവാഗതനായി എത്തിയ കേശവൻ ഗുരുവായൂരപ്പന്റെ സ്വർണ്ണത്തിടമ്പേറ്റി അനവധി കാലം ശിവേലിക്കും ചുറ്റുവിളക്കിനും ക്ഷേത്രത്തിൽ നടന്നു വന്ന അനവധി എഴുന്നള്ളിപ്പുകൾക്കും ഗജപ്രൗഢിയോടെ പ്രധാനിയായി കോലമേറ്റി. ഗുരുവായൂരപ്പന്റെ ശിരസിലേറ്റി ഇടത്തരികത്ത് കാവ് ഭഗവതിയെ ശിരസിലേറ്റി അമ്മയുടെ അനുഗ്രഹം ധാരാളം ഏറ്റുവാങ്ങി ഗുരുവായൂർ ഉത്സവം, ഏകാദശി, അഷ്ടമിരോഹിണി ആഘോഷങ്ങൾക്കെല്ലാം കേശവൻ ഗുരുവായൂരപ്പന്റെ സ്വർണ്ണക്കോലമേറ്റി. അനുഗ്രഹീതനായ കേശവൻ ഗുരുവായൂർ ക്ഷേത്രം വിട്ട് പുറമെ എഴുന്നള്ളിപ്പുകൾക്കും പോയി തുടങ്ങി. പ്രഗത്ഭരായ മറ്റ് ഗജവീരന്മാരെയെല്ലാം പിന്നിലാക്കി ശിരസുയർത്തി നിന്നു. തൃശൂർ പൂരം, ഇരിങ്ങാലക്കുട ഉത്സവം, നെന്മാറ വല്ലങ്ങി പൂരം, പുതുക്കോട് നവരാത്രി ഉത്സവം, തൃപ്രയാർ ഏകാദശി ഉൾപ്പെടെ പല എഴുന്നള്ളിപ്പുകൾക്കും വാടാനപ്പള്ളി ക്ഷേത്രോത്സവം എന്നുവേണ്ട കുന്നംകുളം പള്ളിയിൽ നേർച്ച എഴുന്നള്ളിപ്പും വരെ പ്രൗഢിയോടെ തന്റെ സാന്നിധ്യം അറിയിച്ച് വീണ്ടും വീണ്ടും പ്രഗത്ഭനും പ്രശസ്തനുമാവുകയായിരുന്നു കേശവൻ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എഴുന്നള്ളിപ്പുകൾക്ക് ഗുരുവായൂർ കേശവൻ പ്രസിദ്ധനായി. ആനകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഗാംഭീര്യമായി. എവിടെയും എഴുന്നള്ളിപ്പുകൾക്ക് ഗുരുവായൂർ കേശവൻ പ്രധാനിയായി. ഗുരുവായൂരിനൊരു അഭിമാനമായി. അങ്ങനെ 1973 സെപ്റ്റംബർ 10 കേശവൻ ഗജരാജൻ ഗുരുവായൂർ കേശവനായി. കേരളത്തിൽ ഒരു ആനയ്ക്ക് ലഭിച്ച ആദ്യ അംഗീകാരം. ഇത്രയും കാലം കഴിഞ്ഞിട്ടും കേശവനുള്ള ആ ഒരു പ്രൗഢിയും പ്രാധാന്യവും കുറയുന്നില്ല എന്നത് തന്നെയാണ് ഹൂസ്റ്റണിലെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഇപ്പോൾ കേശവന്റെ ആനപ്രതിമ വന്നതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.